Hi, so once again, welcome all of you to our video. Today our topic is depreciation. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ അല്ലെങ്കിൽ ഈ ഒരു വേർഡ് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു വേർഡാണ്. നമ്മുടെ എന്താണ് +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഓൺവേർഡ്സ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഡിപ്രീസിയേഷൻ. ഓക്കെ, സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ കം ടു ടോപ്പിക്. ദെൻ സാധാരണഗതിയിൽ ക്യാപിറ്റൽ അസറ്റുകൾക്കൊക്കെ എന്താണ് ഡിപ്രീസിയേഷൻ സംഭവിക്കാറുണ്ട്. എന്താണ് ക്യാപിറ്റൽ അസറ്റ്? ആണോ, വാട്ട് ഈസ് ക്യാപിറ്റൽ അസറ്റ്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇതൊരു ബിൽഡിംഗ് ആട്ടോ, ബിൽഡിങ് സങ്കല്പിച്ചോളിട്ടോ. ഞാൻ വരയ്ക്കുന്ന ബിൽഡിംഗാണ്. നിങ്ങൾ ബിൽഡിങ് നിർമ്മിക്കുകയാണ്. 20 ലാഖാണ് നിങ്ങൾക്ക് ഇതിന് ചിലവ്. 20 ലാഖ്. ഓക്കെ, ദെൻ ഈ ബിൽഡിങ്ങിനെ നമുക്ക് ക്യാപിറ്റൽ അസറ്റ് എന്ന് വിളിക്കാം. ദിസ് ഈസ് ക്യാപിറ്റൽ അസറ്റ്. ആൻഡ് ഈ ബിൽഡിങ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വന്ന ചിലവ് 20 ലാഖ്. അതാണ് ഇതിൻ്റെ എക്സ്പെൻസ്. ദിസ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്യാപിറ്റൽ അസറ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഈ ബിൽഡിങ്ങൊക്കെ സാധാരണഗതിയിൽ നമ്മളൊരു ലോങ് പീരീഡിലേക്കാണ്, ലോങ് ടേം അസറ്റ് എന്നൊക്കെ ഇതിനെ പറയാം. ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ് എന്നൊക്കെ പേരിലാണ് നമ്മൾ പണ്ട് ഇതിനെ പഠിച്ചത് അല്ലേ? ഫിക്സഡ് അസറ്റ് ഓർ ലോങ് ടേം അസറ്റ്. ഇങ്ങനെ ഒരു ലോങ് ടേം നാച്ചുറൽ ഒരു ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു അസറ്റ് അക്വയർ ചെയ്യുക അല്ലെങ്കിൽ നിർമ്മിക്കുക, ഈ രീതിയിലേക്കൊക്കെ വേണ്ടി വരുന്ന ചിലവുകളെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും അത്തരം അസറ്റുകളെ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയും. സാധാരണഗതിയിൽ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരാറുണ്ട്, അതിൽ നിന്ന് ഒരുപാട് ഇൻകം നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ സെയിൽസ് എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു മേജർ റവന്യൂ ആണ് സെയിൽസ് എന്ന് പറയുന്നത്. ഇത് റവന്യൂ ആണ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് വരുന്ന ചിലവുകളൊക്കെ ഇപ്പോൾ ഈ സെയിൽസ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് റെൻറ്റ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ വേജസ്, ഇങ്ങനെ ഒരുപാട് എക്സ്പെൻസ്. അപ്പോൾ റവന്യൂ എക്സ്പെൻസ് എന്നാ പറയാം അതിനൊക്കെ. അപ്പോൾ റവന്യൂ എക്സ്പെൻസ്, റവന്യൂ ഇൻകം. അപ്പോൾ റവന്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമായിട്ട് വരുന്ന എക്സ്പെൻസിനെ റവന്യൂ എക്സ്പെൻസ് എന്നും അല്ലാത്തതിനൊക്കെ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ആ ടോപ്പിക് അല്ലെങ്കിൽ എന്താണ് ആ പോയിന്റ് മനസ്സിലാവുക അല്ലേ? വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, വാട്ട് ഈസ് ക്യാപിറ്റൽ അസറ്റ് ആൻഡ് റവന്യൂ അല്ലേ? ദെൻ സാധാരണഗതിയിൽ ഡിപ്രീസിയേഷൻ സംഭവിക്കാറ് ക്യാപിറ്റൽ അസറ്റുകൾക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കും. ഓക്കെ, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഡിപ്രീസിയേഷൻ? സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഡിക്രീസ് ദി വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിൻ്റെ വില കുറയുക പല കാരണങ്ങൾ കൊണ്ടാവാം. ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം, ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? ചില ഡ്രസ്സുകളൊക്കെ നമുക്ക് അറിയാം, പണ്ട് കാലത്തുള്ള ഡ്രസ്സുകളൊക്കെ, അതൊക്കെ പിന്നീട് ഇപ്പോൾ എന്താണ് ന്യൂ ജനായിട്ട് വന്നിട്ടുണ്ട്. പണ്ട് ജനൊക്കെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതൊക്കെ പിന്നീട് എന്താണ് അത് ന്യൂ ജൻ ഫോമായിട്ട് മാറി വന്നിട്ടുണ്ട്. സോ ഈ ക്ലോത്തിൻ്റെ ഒക്കെ ഒരു കേസിൽ എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് അത് ഫാഷൻ ഔട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ വില ചിലപ്പം കുറേ കൂടുന്നതിന് അപ്രീസിയേഷൻ എന്നാ പറയാം. ഓക്കെ, സോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അസറ്റുകൾക്ക് എന്ത് ചെയ്യാം, വില കുറയാം. അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന ടേമിൽ വിളിക്കുന്നത്. സോ ഇൻക്രീസ് ഓർ ഡിക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ദി വാല്യൂ ഓഫ് അസറ്റ്, നമ്മൾ ഡിപ്രീസിയേഷൻ ആണെന്ന് പറയുന്നത്. സോ ഡിക്രീസ് ദി വാല്യൂ ഓഫ് അസറ്റ്, ഈ ഡിക്രീസ് എന്ന് പറയുന്ന സംഭവം ഇത് പല കാരണങ്ങൾ, മേ ബി ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം, എക്സെട്ര. ഓക്കെ, ഈ പല കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താണ് അസറ്റിൻ്റെ വില കുറയുന്നതിന് നമ്മൾ വിളിക്കുന്ന കോമൺ നെയിമാണെന്ത്, ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡ്യൂ ടു. ദെൻ എങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ആ സമയത്തൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എന്നാണ്. നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഉപയോഗിച്ചിരുന്നു. ഓർമ്മ ഉണ്ടോ? ഡിപ്രീസിയേഷൻ മെത്തേഡ്സ്. ഇതൊക്കെ ഇതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ട് ജസ്റ്റ് അതിൽ അറിവിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുക മാത്രമാണ്. ഒന്ന് നമ്മൾ ഉപയോഗിച്ചത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അല്ലേ? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഇതിനെ മറ്റൊരു പേരും വിളിച്ചിരുന്നു സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്.
മറ്റൊരു രീതിയായിരുന്നു റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, WDV അല്ലേ. ഇതിനെ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്, അല്ലെങ്കിൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയും. ഡിമിനിഷിങ്. സോ ഇങ്ങനെ പല പല പേരുകളിൽ നമ്മളെന്താണ് ഈ ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻ്റെ മെത്തേഡ്സ് അതിന് നമ്മൾ വിളിച്ചു. 2 മെത്തേഡ് പ്രധാനമായിട്ടും നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. നമ്മൾ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ ടാക്സ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ. ഈ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലെ എല്ലാ അസറ്റുകൾക്കും സാധാരണ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ WDV മെത്തേഡാണ് കോമൺ ആയിട്ട് നമ്മൾ ഓൾ അസറ്റ് എല്ലാ അസറ്റിനും ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും എന്താണ് പവർ ജനറേഷൻ ഇൻഡസ്ട്രീസ് ഇതിലാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ, വാട്ട് ആർ വേരിയസ് മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ. നമ്മുടെ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിപ്രീസിയേഷൻ നമുക്കിങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് അസസ് എലിജിബിൾ ഫോർ ഡിപ്രീസിയേഷൻ. അസസ് എലിജിബിൾ ഫോർ ഡിപ്രീസിയേഷൻ. ഏതൊക്കെ അസസ്സാണ് നമുക്ക് ഡിപ്രീസിയേഷന് എലിജിബിൾ ആയിട്ടുള്ള അസറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു ബിൽഡിംഗ് എന്ന് നമ്മൾ പറഞ്ഞു, പ്ലാന്റ് ആൻഡ് മെഷീനറിക്കൊക്കെ സംഭവിക്കും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, ഇതിനൊക്കെ എന്താണ് ഡിപ്രീസിയേഷൻ സംഭവിക്കും. ഇതൊക്കെ എന്താണ് ഫിക്സഡ് അസറ്റ്സ് ആയിട്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഈ അസറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അസറ്റ്, ബിൽഡിംഗ് കാണാം അല്ലേ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി കാണാം, ഫർണിച്ചർ കാണാം. എന്നാൽ കാണാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട്, അതിന് നമ്മൾ ഇൻടാഞ്ചിബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അസസ് എലിജിബിൾ ഫോർ ഡിപ്രീസിയേഷൻ എന്നുള്ളതിനെ നമുക്ക് 2 കാറ്റഗറൈസ് ആണെങ്കിൽ മാറ്റാൻ പറ്റും. ഒന്ന് ടാഞ്ചിബിൾ അസറ്റ്സും മറ്റൊന്ന് ഇൻടാഞ്ചിബിൾ. മറ്റൊന്ന് ഇൻടാഞ്ചിബിൾ. ഈ ടാഞ്ചിബിൾ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പറയാവുന്ന ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ബിൽഡിങ് അല്ലേ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, LNB, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ എക്സെട്ര. ഇതൊക്കെ എന്താണ് ടാൻസിബിൾ ആയിട്ടുള്ള. ദെൻ അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ലഭിക്കുന്ന മറ്റ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ടെക്നിക്കൽ നോഹൗ, അതുപോലെ തന്നെ പാറ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടുത്തത്തിനുള്ള അവകാശം, അതാണ് പാറ്റന്റ് എന്ന് പറയുന്നത്. അതുപോലെ കോപ്പിറൈറ്റ്, പകർപ്പവകാശം അല്ലേ, കോപ്പിറൈറ്റ് ബുക്കിൻ്റെ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു, ബുക്ക് അല്ലേ, കോപ്പിറൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ട്രേഡ് മാർക്ക്, ചില വ്യാപാരങ്ങൾക്കുള്ള ഒരു മുദ്ര ഉണ്ട്, ട്രേഡ് മാർക്ക്. ദെൻ ലൈസൻസ്, സാധാരണഗതിയിൽ പിന്നെ ഫ്രാഞ്ചൈസി. ഇങ്ങനെ സാധാരണഗതിയിൽ ഇതിനൊക്കെ നമുക്ക് എന്താണ് ഇൻടാഞ്ചിബിൾ എന്ന ടേം വെച്ചിട്ടാണ് സാധാരണ പറയാം. ഇതിനും എന്തുണ്ട് ഡിപ്രീസിയേഷൻ എലിജിബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടാക്സിൽ ഇതിൻ്റെയൊക്കെ റേറ്റ്, ഇപ്പോൾ ഇൻടാഞ്ചിബിൾ എന്നതിൻ്റെ കോമൺ റേറ്റ് 25% ആണ് നമുക്ക് എന്തിട്ടാ ഡിപ്രീസിയേഷൻ ആയിട്ട് എന്താണ് ടാക്സിൽ നമ്മൾ എലിജിബിൾ ആക്കി കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ അസറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ അസറ്റ് അല്ലേ, ക്യാപിറ്റൽ അസറ്റ്, ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും കുറയ്ക്കാൻ പറ്റില്ല, കുറച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ടാക്സ് കൊടുക്കാനുണ്ടാവില്ല. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ എന്താണ് ആ ക്യാപിറ്റൽ അസറ്റിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ എത്രയാണോ അത് നമുക്ക് എന്താണ് അലവബിൾ ആസ് ഡിഡക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ എത്രയാണ് ഡിപ്രീസിയേഷൻ എന്ന് കണ്ടുപിടിക്കുന്നത്. സാധാരണഗതിയിൽ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ 25% ആണ്. ടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പല കാറ്റഗറീസ് ഉണ്ട്. ഒരുപാട് ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ പല 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 റേറ്റ് ആയിട്ടാണ് വരിക, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. അപ്പോൾ അത് നമ്മൾ സാധാരണഗതിയിൽ ഇതിനെ ഒരു ബ്ലോക്ക് ആക്കിയിട്ട് തരംതിരിച്ചൊക്കെയാണ്. ബ്ലോക്ക് അസറ്റ് എന്ന പേരിലാണ് വരിക, ബ്ലോക്ക് അസറ്റ്. ഈ ബ്ലോക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പോൾ
പല റേറ്റാണ് നമ്മൾ പറയുന്നത്, ഡിഫറെൻറ്റ് റേറ്റാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഒരേ റേറ്റിൽ വരുന്ന ചില അസറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സമാനമായിട്ടുള്ള റേറ്റിൽ വരുന്ന അസറ്റിനൊക്കെ ഒരു കാറ്റഗറിയിൽ പെടുത്തുക, അതൊരു ബ്ലോക്കാക്കി മാറ്റി. അതാണ് ബ്ലോക്ക് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെയിം റേറ്റിലൊക്കെ സെയിം കാറ്റഗറി, സെയിം റേറ്റ് എന്താക്കി, സെയിം കാറ്റഗറി. ഇതാണ് നമ്മൾ ബ്ലോക്ക് അസറ്റിൽ ചെയ്യുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു അസറ്റ്, ബി എന്ന് പറയുന്ന അസറ്റ്, സി, ഡി, 4 അസറ്റ്. ഇതിൻ്റെ ഡിപ്രീസിയേഷൻ്റെ റേറ്റ് 10% ആണ്, ഇതിൻ്റെ 20 ആണ്, ഇതിൻ്റെ 10 ആണ്, ഇതിൻ്റെ എന്താണ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എനെയും ഈ സീനെയും നമുക്കൊരു ബ്ലോക്കാക്കാം, ബിയും ഡിയും മറ്റൊരു ബ്ലോക്കാണ്. ഇതാണ് ബ്ലോക്ക് അസറ്റ്. സെയിം റേറ്റിലുള്ള ഡിപ്രീസിയേഷനൊക്കെ എന്താണ് ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് നോൺ ആസ് ബ്ലോക്ക് അസറ്റ്. ഓക്കെ, സോ ബ്ലോക്ക് അസറ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറ്, അല്ലാതെ ഇൻഡിവിജ്വൽ ഐറ്റത്തിനല്ല ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ഓക്കെ, ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ബ്ലോക്ക് അസറ്റ്, നോട്ട് ഓൺ ഇൻഡിവിജ്വൽ അസറ്റ്സ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു പോയിന്റ്. അപ്പോൾ റേറ്റ് നമുക്ക് പറയാം, റേറ്റ് നമുക്കൊരു ചാർട്ടായിട്ട് തന്നെ വരച്ചുണ്ടാക്കാം. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് മറ്റൊരു പോയിന്റ് നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഇങ്ങനെ ഡിപ്രീസിയേഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, എന്തൊക്കെ കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. പ്രധാനമായിട്ട് 3 പോയിന്റാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഡിപ്രീസിയേഷൻ്റെ ഡിഡക്ഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ അസറ്റിനാണ് ഡിപ്രീസിയേഷൻ സംഭവിക്കാൻ, ആ അസറ്റ് നമ്മുടേതായിരിക്കണം. അസറ്റ് ഈസ് ഓൺഡ് ബൈ ദി അസസ്സി. ഓക്കെ, അപ്പോൾ ആരാണോ ടാക്സ് പേ ചെയ്യുന്നത്, ആ ടാക്സ് പേ ചെയ്യുന്ന ആളുടെ ഓണർഷിപ്പിലുള്ളതായിരിക്കണം ആ അസറ്റ്. സോ ദി അസറ്റ് ഷുഡ് ബി ഓൺഡ് ബൈ ദി അസറ്റ്. അസറ്റ് ഷുഡ് ബി ഓൺഡ് by the assessee. ഓക്കെ, മറ്റൊന്ന്, ഈ അസസ്സി ഈ അസറ്റ് ഉപയോഗിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയായിരിക്കണം. ദി അസസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദി ബിസിനസ് ഓർ പ്രൊഫഷൻ. സെക്കൻഡ് പോയിന്റ്, ദി അസസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ദാറ്റ് മസ്റ്റ് ബി ഇൻ ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഓക്കെ, അത് പ്രീവിയസ് ഇയറിലായിരിക്കും. 3 പോയിന്റാണ് നമുക്ക് ഡിപ്രീസിയേഷൻ നമുക്ക് എന്താണ് ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പാലിച്ചിരിക്കേണ്ടെങ്കിൽ ഫുൾഫിൽ ചെയ്തിരിക്കേണ്ട കണ്ടീഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നോട്ട് ചെയ്യാം. ദെൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്ന് വേണമെങ്കിൽ ഒരു പോയിന്റ് നമുക്ക് കൊടുക്കാം. ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അപ്പോൾ നമ്മൾ കണ്ടീഷൻ പറഞ്ഞു, അതുകൂടാതെ നമ്മളെ മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, എപ്പോഴും ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ അസറ്റിനല്ല, അതെപ്പോഴും എന്താക്കി മാറ്റണം, ഓരോ ബ്ലോക്ക് ആക്കിയിട്ട് സെയിം റേറ്റ് ഉള്ളതിനെ ഒക്കെ ഒരു ബ്ലോക്ക് ആക്കിയിട്ട് ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്താൽ കൂട്ടിയിട്ട് ഡിപ്രീസിയേഷൻ കണ്ടാൽ മതി. ബ്ലോക്ക് അസറ്റ്. സോ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ബ്ലോക്ക് അസറ്റ്, നോട്ട് ഓൺ ഇൻഡിവിജ്വൽ അസറ്റ്, നോട്ട് ഓൺ individual asset falling in the same category of depreciation. ഓക്കെ, ഇതാണ് ബ്ലോക്ക് അസറ്റ് എന്ന് പറഞ്ഞത്. ദെൻ രണ്ടാമത്തെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്നെങ്കിൽ, there are 2 മെത്തേഡ്. 2 മെത്തേഡാണ് നമുക്ക് എന്തുള്ളത് ഉള്ളത്. there are 2 മെത്തേഡ്. ഒന്ന് written down value method and straight line method. ഇതിൽ written down value method എന്ന് പറയുന്നത് എല്ലാ അസറ്റിനും നമുക്ക് ഉപയോഗിക്കാം. സ്ട്രേറ്റ് ലൈൻ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന് മാത്രമാണ്, പവർ ജനറേഷൻ ഇൻഡസ്ട്രി മാത്രം.
ഇൻഡസ്ട്രീസ് ഒള്ളി. ഓക്കെ, തേർഡ് പോയിന്റ്, ഈ അസറ്റ് നിങ്ങൾ 180 ദിവസത്തിൽ താഴെ മാത്രമേ പ്രീവിയസ് ഇയറിൽ ഉപയോഗിച്ചിട്ടുള്ളൂ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ എത്രയാണോ നിങ്ങളുടെ യഥാർത്ഥത്തിൽ അതിന് പറഞ്ഞിരിക്കുന്ന ഡിപ്രീസിയേഷൻ, അതിൻ്റെ 50% അഥവാ പകുതി മാത്രമേ നമുക്ക് എന്ത് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇഫ് ദി അസറ്റ് ഈസ് യൂസ്ഡ് ലെസ് ദാൻ 180 days, ഇഫ് അസറ്റ് യൂസ്ഡ്, ഞാൻ ഷോർട്ടാക്കി എഴുതാട്ടോ, ലെസ് ദാൻ 180 days, 180 ഡേയ്സിൽ താഴെയാണ് എങ്കിൽ നോർമൽ ഡിപ്രീസിയേഷൻ്റെ 50% മാത്രമേ ചാർജ് ചെയ്യുള്ളൂ. 50% ഓഫ് നോർമൽ ഡിപ്രീസിയേഷൻ. വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എന്താണ് ഒരു അസറ്റ്, ആ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ്റെ സാധാരണ റേറ്റ് 20% ആയിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ആ അസറ്റ് നിങ്ങൾ പ്രീവിയസ് ഇയറിൽ 180 ദിവസത്തിൽ, 180 ദിവസം പറഞ്ഞാൽ 3, 12 അല്ലേ, 6 മാസം, അരക്കൊല്ലം. അപ്പോൾ അരക്കൊല്ലത്തിൽ താഴെ ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ്, 20 അല്ല, അതിന് എത്രയാണ് ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ, 10% കുറയ്ക്കാൻ പറ്റുള്ളൂ. ഡിപ്രീസിയേഷൻ കുറയാന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഡക്ഷൻ കുറഞ്ഞു പോരും. ഡിഡക്ഷൻ കുറയാന്ന് പറയുന്നത് നമ്മളെന്താണ്, പ്രോഫിറ്റ് അവിടെ കൂടിയുണ്ടാവും, ടാക്സ് കൂടിയുണ്ടാവും എന്നർത്ഥം. ഓക്കെ, സോ നമ്മൾ എത്രമാത്രം അത് ഉപയോഗിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ്. സോ 180 ദിവസത്തിൽ താഴെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്, അതിന് സാധാരണ ഡിപ്രീസിയേഷൻ്റെ 50% പകുതി മാത്രമേ നമുക്ക് എന്താണ് ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എപ്പോഴും കണക്ക് ചെയ്യുമ്പോൾ അത് ഉപയോഗിച്ച ദിവസം എത്രയെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഓർമ്മയാണ്. ദെൻ മറ്റൊരു പോയിന്റ്, അഡീഷണൽ ഡിപ്രീസിയേഷൻ. വാട്ട് ഈസ് അഡീഷണൽ ഡിപ്രീസിയേഷൻ? സാധാരണഗതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോർമൽ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടാവും, അതിനൊരു റേറ്റും ഇട്ടിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് കുറയ്ക്കാം അല്ലേ. അഡീഷണൽ ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതിന് പുറത്ത് എത്രയാണോ, അറ്റ് ദി റേറ്റ് ഓഫ് 20%. ഇതെല്ലാത്തിനും പറ്റില്ല ഫോർ പ്ലാന്റ് ആൻഡ് മെഷീനറി. നിങ്ങളുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചിരിക്കുന്നത് 31/3/2005 ശേഷമാണെങ്കിൽ 31st March 2005, ആഫ്റ്റർ 31st March 2005 ഡേറ്റ് ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 20% അഡീഷണൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ ഈ മെഷീൻ അല്ലെങ്കിൽ ഈ അസറ്റ് നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ നിങ്ങൾ 180 ദിവസത്തിൽ താഴെ ഉപയോഗിച്ചിട്ടുള്ളിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, 20-ന് പകരം എത്ര എടുക്കണം, 10 എടുക്കണം. അത് ഈ റൂള്, മുകളിൽ പറഞ്ഞിരിക്കുന്ന റൂളും കൂടി ഇതിൻ്റെ ഒപ്പം ബാധകമാണ്. സോ an additional depreciation will be charged at the rate of 20% for plant and machinery if it purchased after 31st March 2005. അതിനൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, എന്താണ്, if it is used less than 180 days the rate will be reduced to 10%. അത് 10% കുറയുകയും ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മളെന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേൽ നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, ദെൻ ഒരു ചെറിയൊരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഭാഗം അവസാനിപ്പിക്കാം. ഓക്കെ, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഇത് നമുക്ക് കണക്കൊക്കെ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. എന്താണ് ഇത് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയാം, നോക്കുക. നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റ് 10,000 സങ്കല്പിക്കുക. നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ ഉണ്ട്. സാധാരണഗതിയിൽ 10,000 നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളെ അവിടുത്തെ അസറ്റിന്. ആ ഡിപ്രീസിയേഷൻ സംഭവിച്ചതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 12,000 ഉണ്ട് ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ 10,000 പ്രോഫിറ്റിൽ നിന്നും നിങ്ങളുടെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം. അപ്പോൾ ബാക്കി എത്രയാണ്, 2,000. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ടാക്സ് കൊടുക്കാണ്ടോ, ടാക്സ് കൊടുക്കാനല്ല, കാരണം ഇപ്പോഴും 10-ന്ന് ഈ 12,000 പോയി.
എക്സ്പെൻസ് പോയി, ബാക്കി മൈനസ് ആണ്. ഓക്കെ, ഇനി അവിടെ ഡിപ്രീസിയേഷൻ ബാക്കിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് വേറെ ഇൻകം ഉണ്ടെങ്കിൽ അതൊന്നും ഇതെന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. ഈ പറയുന്നതിനൊക്കെ സെറ്റ് ഓഫ് ചെയ്യാന്നൊക്കെ പറയാം. ഓക്കെ, സെറ്റ് ഓഫ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് എന്താണ് നിങ്ങൾക്ക് അവിടെ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടായിരിക്കും, 1000 രൂപ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 1000 നിന്ന് വീണ്ടും സെറ്റ് ഓഫ് ചെയ്യാം. ബാക്കി എത്ര ഉണ്ട്, വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ഡിപ്രീസിയേഷൻ എത്ര ഉണ്ട്, 1000 ഉണ്ട്. ഇനി വേറെ ഇൻകം ഉണ്ടെങ്കിൽ അതിനും സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ സെറ്റ് ഓഫ് ചെയ്ത് എന്നിട്ടും ബാലൻസ് വരികയാണെങ്കിൽ ആ ബാലൻസ് വരുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഇതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്തിട്ട് തീരാത്ത ഡിപ്രീസിയേഷൻ, അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എന്താണ് ക്യാരി ഫോർവേഡ് ചെയ്യും. ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഈ പ്രീവിയസ് ഇയറിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഡിപ്രീസിയേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ക്യാരി ഫോർവേഡ് ടു ദി നെക്സ്റ്റ് ഇയർ. ആ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ പറയുന്നത് എപ്പോഴാണോ നിങ്ങൾക്കിത് ഫുള്ള് സെറ്റ് ഓഫ് ചെയ്ത് 0 വരുന്നത് അതുവരെ ഇത് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്ത് പോവാം. ഓക്കെ, സോ ദിസ് ഈസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ദെൻ നമുക്ക് ഡിപ്രീസിയേഷൻ്റെ റേറ്റുകളെ കുറിച്ചൊന്ന് നോക്കാം. ഡിപ്രീസിയേഷൻ റേറ്റ്. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ റേറ്റ് നമ്മളെന്താണ് ഒരു ചാർട്ടായിട്ട് ഇവിടെ കൊടുക്കാം. ആ ചാർട്ട് നിങ്ങൾക്ക് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന സെക്ഷൻ 32 ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഇതിൻ്റെ ബ്ലോക്ക് അസറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, താങ്ക് യു.